ഇത് വേണോ? വേണോടാ, നീ അങ്ങോട്ട് വരണ്ട. നാസർക്ക, അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം, എനിക്കിടിക്കാനാ. ഒറ്റക്കൊറ്റക്ക് ഉൾസണ്ടോ? ഇല്ല, കൈ കൊണ്ടല്ലടിയാ. ഇതല്ലേ ഇക്ക പറ. ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവലും കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്കുറപ്പ് മുക്രിക്ക് പറഞ്ഞതാ. ഇതിൽ ഭായിമാർ ഇടപെടണ്ട. നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്മായിൽ ഖാൻ ആൾക്കാരാ. ഏടാ വേണോ ചെവിട്ടി പോയി പറഞ്ഞാ മതി. എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനെ നാസർ കെട്ടും, അത് കട്ടായം. നിനക്ക് ആ പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ? ഇത് വെച്ച് 10,000-ഓളം കാക്കൊന്ന് എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി. കണ്ടോ? ശരിക്കും കാക്കയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടാ? സത്യം പറയട്ടെ, എനിക്കിനി പിടിച്ചെടുക്കാൻ പറ്റില്ല. അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോന്നൊരു സംശയം. തങ്ങളെ ഒരു വക ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ. അപ്പോഴാണ് ബായിയെ പോലെ ഒരാൾ നടന്നു പോകുന്നു. ഞാൻ പുറകെ പോയി. ബായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ. ഇത് പറഞ്ഞാലൊരു ബായും കോയും. എന്താണ് സുബൈറെ? അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുള്ളൂ. മുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു തരുമോ? എന്റെ പൊന്നു സുബൈറെ, ചരടില്ലാത്ത കളസിട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. നീ ചെല്ല്, പിന്നെ പാടാ. എന്താ ചെയ്യണ്ടേ? ഇതെന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത്. പോത്തിറച്ചിയാണെങ്കിൽ സത്യം പറയായിരുന്നു. ആട്ടിറച്ചിനെ കൊണ്ട് താങ്ങൂലടോ. പടച്ചോണ്ട് പൊറപ്പിക്കൂലേ ഈ ഹമുക്കാണെന്നാല്? അതുകൊണ്ടല്ലടാ, പാത്തിയെ കെട്ടിയാ പിന്നെ അവനെ തല്ലണ ശരിയല്ല. ഇപ്പൊ കൊടുത്താ പ്രശ്നമുണ്ട് തീ. എടാ നീ വയ്യാതെ എന്നിട്ട് ഓടിക്കോട്ടാ. നാണക്കെടൊന്നും വിചാരിക്കണ്ട, ഞാനല്ലേ ഉള്ളൂ. കബീറെ, നിന്നെ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പൊ മുജി പറയണേ. ആ കള്ള പോർക്ക് ഇവിടെ വന്ന് ഏൽപ്പിച്ചെടുപ്പല്ലാന്നോ? അവന്റെ കൊടലേ അടുക്കും. പിന്നെ കബീറെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടിയിറച്ചി ഉണ്ടെന്ന് മുജി പറഞ്ഞപ്പോഴാ. പട്ടി അവന്റെ ചെരുപ്പ് വന്നോളി. ഇവിടെ ആവശ്യമുള്ളോ? നാസർക്ക, മോനോട് മാറുന്നോളാൻ പറയും. ടിൻഡോ മാറുന്നോളൂ. പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കല്ലേ, വെറുതെ സമയം കളണ്. നസറ തൊപ്പി ഞാനല്ലടാ, അന്റെ വാപ്പടാ.
അത് എന്റെ കോട്ടും തൊപ്പിയൊക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ. അതൊക്കെ അവിടെ ഇട്രാ. എന്നിട്ട് നീ കൊണ്ടുവാ. എന്തിന് ഞാൻ നിർത്തണ്ടാ, കൊടുക്ക് ശരിക്കും. നീ എന്റെ നിന്റെ സംശയഭ്രാന്തൊന്നും ഞാൻ മാറ്റിത്തരാം. നടക്കും, ഇവിടെ നടക്കില്ല. ആരാ പറഞ്ഞത് പട്ടിയാണെന്ന്? പാത്തുതാ, ആരാ പറഞ്ഞത് ആട് പട്ടിയാണെന്ന്? അഡ്വാൻസ് എടുത്ത് കൈ കയറി പിടിച്ചൊരു വേദാന്തം പറച്ചില് അപ്പോഴും ഞാൻ ഓർത്തതാ. എന്റെ ഇറച്ചി പട്ടിടയാണെന്ന് ഈ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇറച്ചി വേണ്ട, അത്ര പറഞ്ഞോളൂ. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇറച്ചി ഏൽപ്പിച്ചത്? ഏൽപ്പിച്ചു, പിന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന്. നിനക്ക് തോന്നുന്നു മാറ്റി പറയാനേ, അതിന് തൊണ്ടാണെന്ന് കടയല്ല. എന്താ ഇവിടെ ഒരു ബഹളം? നാളെ എന്റെ കല്യാണം ഒന്ന് കേട്ടെ. ഇതിനുള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും. ഇന്റെ പേരും പറഞ്ഞ് ഓളെങ്കാണ് ഈ തൊട്ട. എന്താ നിങ്ങൾ തമ്മിൽ പ്രേമ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോ? ആനെന്ത് മര ഇവിടെടോ. നീ കണ്ടോടാ ഓളെ ഞാൻ എങ്ങനെ വളർത്തുന്നു. പുറത്ത് ഒരു ഞെരിങ്ങലൂടി കേൾക്കാണ്ട് ഓളെ ഞാൻ എങ്ങനെ ഒതുക്കുന്നു നീ കണ്ടോ? തൊട്ടാനെ കൊല്ലും പന്നി. ഇവൻ പ്രശ്ന പാത്തി എങ്ങനെ രക്ഷിക്കണം? എങ്ങനെ? നോക്കട്ടെ, എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും. ഹലോ 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 മൈക്ക് ചെക്കിംഗ്. ഹലോ 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 മൈക്ക് ചെക്കിംഗ്. ഉസ്താദേ, ഇത് മതപ്രസംഗ പരമ്പരയല്ല. ഒന്ന് പെട്ടെന്ന് തീരുമാനിക്ക്. പോയിട്ട് പോത്തിനെ മറിക്കാനുള്ളതാ. എന്താണ് സുബൈറെ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുക? ഇതൊന്ന് തീരട്ടെ, എന്നിട്ട് പാടാ. ഉസ്താദേ, എനിക്കൊരു കാര്യം പറയാണ്ടേ. ആ സുബ്രഹ്മണ്യൻ പറയട്ടെ. ആ പറ സുബ്രഹ്മണ്യ. നമുക്കിപ്പോ നിലവിൽ ഈ വെന്തിറച്ചിയും പത്തിരിയും തിന്നിട്ട് പോരെ ചർച്ച. ആദ്യന്റെ മയ്യത്ത്, പിന്നെ വെന്തർച്ചി. അതെ, നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് പ്രാകൃത ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. മോളടങ്ങണം. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. ഒന്നാമതായി പറയാനുള്ളത് ഹലോ ബാസില്ലേ. ഞങ്ങൾ പാടി കേൾപ്പിക്കാം. ഈ മൈക്കും കൂടി കൊണ്ട. എന്റെ പൊന്നുസ്താദെ, എന്റെ പെങ്ങളെ കാര്യങ്ങളും ഓർത്ത് ഒന്ന് തീരുമാനാക്കി. ഞാൻ പറയാൻ തീരുമാനം. ഇവിടെ എത്ര ആൾക്കാരില്ലേ? എല്ലാരും കൂടി ഓരോ കിലോ ഇറച്ചി അങ്ങ് വാങ്ങിക്കട്ടെ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അതൊന്നും നടക്കണ ഞങ്ങളെ കയ്യിൽ കാശില്ല ഇത്ര അന്യായം പിടിച്ച വിലക്കൊക്കെ അരച്ചു മേടിക്കാൻ. അതിന് വില പറഞ്ഞില്ലല്ലോ. ബഷീറേ, നിങ്ങൾ ഇറച്ചി മേടിച്ചാലും ശരി മേടിച്ചില്ലേലും ശരി, കല്യാണം നാളെ നടക്കും. വായന നാട് കടത്തും. ഇതൊന്നല്ല, ഇറച്ചി ചുളു വിലക്ക് കൈക്കലാക്കാനാ. ഞങ്ങൾക്ക് വേണ്ടാന്നേ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ഭായിമാർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പ്രസിഡന്റ് വാങ്ങല്ലേ? അതെ മുജീബെ, ബായ്ക്കാരുടെ ഈ തീരുമാനത്തെ മാത്രം പള്ളി കമ്മിറ്റി അംഗീകരിക്കുന്നു. വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കാം. ആ പറഞ്ഞത് ന്യായം. അതെ. അപ്പോ വിലയാണ് പ്രശ്നം. ശരി കബീറെ, എന്താണ് നിന്റെ ഇറച്ചിയുടെ വില? ഉസ്താദെ, കിലോക്ക് വെറും 750 ഉറുപ്പിക. നിങ്ങള് 750 ഇറച്ചി വാങ്ങാൻ തയ്യാറാണ്? ഇല്ല, ഒരു 250 ഉറുപ്പിയൊക്കെ നോക്കാം. ആരാ പറഞ്ഞ 250? ആരാ 250 പറഞ്ഞത്? അല്ല, ആരോ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വേറെ ആടെയും കൊണ്ട് വിറ്റോളി. അല്ലേ? വെറുതെ കിട്ടിയ ആടിന് കോളം പടക്കം നിന്ന് പാർട്ടികള്. എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട. ആരും ബഹളം വെക്കരുത്. ഞാൻ പള്ളിയിലെ ഖത്തീബ് എന്ന നിലയിൽ കാര്യമായൊരു കാര്യം പറയുകയാണ്. കിലോക്ക് 400 രൂപ വെച്ച് നാട്ടുകാരെടുക്കട്ടെ.
125 രൂപ മുജീബും എടുക്കട്ടെ. 125 രൂപ ഇറച്ചി വാങ്ങാൻ മധ്യസ്ഥം വഹിച്ച ഇസ്മയിലും എടുക്കട്ടെ. അങ്ങനെ ആകെ 650 രൂപ കബീറിന് കൊടുക്കുക. എല്ലാം സലാമത്താകട്ടെ. എന്തൊക്കെ നീരുണ്ടോ? ചെറുതായിട്ട് നീരായി വരുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫറോട് പോയിക്കൊള്ളാൻ പറയും. ഈ തൊപ്പി കൂടി വെച്ചോ. ഒറ്റ തൊപ്പി. ഇറച്ചി വേണ്ടവര് 2-3 നിബന്ധനകൾ പാലിക്കണം. 1, കാശുറക്കം. 2, ക്യൂ പാലിക്കണം. 3, ഇറച്ചി വാങ്ങാൻ ചേമ്പിലെയോ വാഴയിലെയോ തേക്കിലെയോ മറ്റെന്തെങ്കിലും കൊണ്ടുവരണം. എന്നാൽ എല്ലാവരും ഇലകളോ മറ്റു സാധനമായി ഉടൻ വന്നോളി. ആദ്യം വരുന്നവർക്ക് ആദ്യം. എന്താടാ ഇവിടെ ഒരു അനക്കില്ലാത്ത എന്റെ എല്ലാരും എന്ത് തേങ്ങയാടത്? ചൊറിയൻ ചെമ്പാർന്ന ബഷീറ കാടിച്ചു മറിച്ചു. വായനകത്ത് കുറച്ച് ഐസ് ഇട്ടാ ശരിയാവും. പിടിച്ചിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് പോയതിൽ പോയി. എന്ത് പറ്റിയതാടാ? നാസറിനെ ഞാൻ തല്ലി. നീയാ? എന്നിട്ട് നിനക്കെന്തിനു പറ്റിയാ? ആള് ഉമ്മമാരെ വെക്കട്ടേറി. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ നിന്നെ കുറിച്ചൊന്നും ഓർത്തില്ല. ശരിക്കും കൊടുത്തു. നന്നായി. എന്നിട്ട് ആ കലി മൊത്തം നിന്റെ അടുത്ത് തീർക്കുന്ന അയാൾ പറഞ്ഞേ. ഇതെന്ത് മുത്ത്? എന്തിന്? എന്തിനു ചോദിച്ചാൽ അയാളെ തലക്ക് വെളിവില്ല. അതന്നെ ഫാത്തി, ഞാൻ ആലോചിച്ചിട്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. നീ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം മതി. നമുക്ക് ഒളിച്ചോടിയാലോ? ആടാ ഓടാ. അപ്പൊ മുജീക്കായ അത് റംലത്തേറ്റോളൂ. റംലത്ത സപ്പോർട്ടാ. നീ ഇത് ഇങ്ങനെ കയറി സമ്മതിക്കും ഞാൻ വിചാരിച്ചാ? ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി വാക്ക് മാറില്ലട്ടാ. എങ്ങോട്ടോടും? ബോംബെ. ബോംബെയിലാരാ? ആര്? നമുക്ക് എങ്ങോട്ടും ഓടണ്ടേ? എന്റെ ഫാത്തി, ഇത്രേ ഉള്ളൂ. നമ്മള് ഇവിടുന്ന് ഓടി പെരുമാനി കവലയിൽ എല്ലാവരും കാണോടുത്ത് തന്നിരിക്കണം. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമ്മളെ കണ്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുന്നോളൂ. ഓടിച്ചോടിന്നറിഞ്ഞ നാസർ പിന്നെ കെട്ടൂല. അത് കട്ടായ മതി. അത് മതി. പക്ഷെ ഞാൻ അബി, ഇനി നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടിട്ട് കാല് മാറില്ലേട്ടാ. നീ ഇതിങ്ങനെ പറഞ്ഞ ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ ഒളിച്ചോടാനാ? ഇനി ഇതെന്ന് തീരും ഈ ഒടുക്കത്തെ ഇറച്ചിപ്രാന്ത്.